ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് ISL നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ FC ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. സമീപകാലത്ത് മോശമല്ലാത്ത ഒരു പ്രകടനം പുറത്തെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഏറെ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ്. ഈ മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് വിപിൻ മോഹനനായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം കുറച്ചു കാലം പരിക്കിന്റെ പിടിയിലായിരുന്നു. ഇപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയ താരം തന്റെ ആ ഒരു മികവ് വീണ്ടെടുത്തിട്ടുണ്ട്. ഏതായാലും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഈ പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അത് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം ഫിറ്റ്നസിനെ കുറിച്ച് വിപിൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: മത്സരങ്ങൾ കളിക്കുന്നതിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് ഫിറ്റ്നസ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളുടെ ടാക്ടിക്സ് നടപ്പിലാക്കാൻ വേണ്ടിയാണ് പരിശീലനം സഹായിക്കുക. പക്ഷേ ഫിറ്റ്നസ് നിലനിർത്തണമെങ്കിൽ ഞങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടതുണ്ട്. ഞാൻ ഓരോ ദിവസവും കൂടുന്തോറും കൂടുതൽ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. ഇതാണ് വിപിൻ ഫിറ്റ്നസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ തോമസ്, അതുപോലെ തന്നെ TG പുരുഷോത്തമൻ എന്നിവരെ കുറിച്ചും ഇപ്പോൾ വിപിൻ സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും വന്നത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി എന്ന് തന്നെയാണ് വിപിൻ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: TGP വന്നതിന് ശേഷം ഞങ്ങൾ 5 മത്സരങ്ങൾ കളിച്ചു. അതിൽ 3 വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഞങ്ങൾ വഴങ്ങുന്ന ഗോളുകളുടെ എണ്ണവും കുറഞ്ഞു. അതിന്റെ കാരണം ഞങ്ങളുടെ പ്ലേയിങ് സ്റ്റൈൽ മാറ്റിയതാണ്. തോമസിന്റെ കളിശൈലി എനിക്ക് പരിചിതമാണ്. അദ്ദേഹം സീനിയർ ടീമിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ കളിക്കുക എന്നുള്ളത് തന്നെ ഒരു നല്ല കാര്യമായിക്കൊണ്ടാണ് ഞാൻ പരിഗണിക്കുന്നത്. ഇതാണ് വിപിൻ മോഹനൻ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ തോമസിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ കളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് വിപിൻ മോഹനൻ. ഇന്ത്യൻ ടീമിനെ കുറിച്ച് വിപിൻ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: അടുത്തതായി വിളിക്കപ്പെടുന്ന ഇന്ത്യൻ ടീമിലേക്ക് ഇടം നേടാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് താരങ്ങളെ തിരഞ്ഞെടുക്കാറുള്ളത്. സാധ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഇപ്പോൾ വിപിൻ മോഹനൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മധ്യനിരയിലെ സ്ഥിര സാന്നിധ്യമാണ് മലയാളി താരമായ വിപിൻ മോഹനൻ. വരുന്ന മത്സരങ്ങളിൽ കൂടുതൽ മികവുറ്റ പ്രകടനം അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.